ദൈവജനമേ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49 മുതൽ 53 വരെയുള്ള തിരുവചന ഭാഗമാണ്. കർത്താവായ യേശു പറയുന്നു, ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നത്, അത് ഇതിനകം കൊളുത്തിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന്. ലൂക്ക 12:49 വചനം. ഈ വാക്കുകൾ ഒരു ഉണർവിൻ്റെ വിളിയാണ്. കർത്താവായ യേശു നമുക്ക് നൽകാൻ വന്നത് നിശ്ചലമായ സമാധാനമല്ല, മറിച്ച് ആത്മാവിൽ ജ്വലിക്കുന്ന വിശ്വാസത്തിൻ്റെ തീനാളമാണ്. ഈ അഗ്നി ഹൃദയത്തെ ശുദ്ധമാക്കുകയും പാപത്തിൽ നിന്നും നമുക്ക് വിടുതൽ നൽകുകയും ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം പകരുകയും ചെയ്യുന്നു. കർത്താവായ യേശു നമ്മെ ഉണർത്തുകയാണ്. ഉറക്കം മാറ്റിവെച്ച് നമ്മുടെ മങ്ങിയ വിശ്വാസത്തെ, നമ്മുടെ വാടിത്തളർന്ന വിശ്വാസത്തെ വീണ്ടും കത്തി ജ്വലിപ്പിക്കുവാൻ. ഇന്നത്തെ പാപപങ്കിലുമായ നമ്മുടെ ലോകം പാപത്തിൻ്റെ ആകർഷണങ്ങളാൽ നിറഞ്ഞതാണ്. അനീതിയും വ്യാജമായിട്ടുള്ള സമാധാനവും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പലപ്പോഴും നാം പാപത്തോട് പൊരുതാതെ അതുമായി പൊരുത്തപ്പെടാനാണ് ശ്രമിക്കുന്നത്. ദ റാഷണലൈസേഷൻ ഓഫ് സിൻ ഈസ് ഹാപ്പനിങ് അറൗണ്ട് us. പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ വ്യക്തമാണ്. സത്യത്തിനു വേണ്ടി വേർതിരിവ് സഹിക്കേണ്ടി വരും. പാപത്തിൻ്റെ പ്രതിഫലം മരണമാകുന്നു. ദൈവത്തിൻ്റെ ദാനം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിത്യ ജീവനാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം, സത്യത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാം, ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്താം. അതാണ് യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള വഴി. സഹോദരങ്ങളെ, കർത്താവായ യേശു വീണ്ടും വരുന്നു, അതിൽ യാതൊരു സംശയവും വേണ്ട. ആ ദിവസം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കടന്നു വരിക. അതിനാൽ നമ്മുടെ മനസ്സും ജീവിതവും എപ്പോഴും സജ്ജമായിരിക്കണം. പ്രാർത്ഥനയിലും ക്ഷമയിലും ദയയിലും ഉറച്ചവരായി ഇരുട്ടിൻ ഇടയിൽ പോലും വിശ്വാസത്തിൻ്റെ ദീപം കത്തിച്ചു വയ്ക്കുന്ന നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. കർത്താവായ യേശുവിൻ്റെ അഗ്നി നമ്മുടെ ഹൃദയത്തിൽ കത്തി ജ്വലിക്കട്ടെ. അത് നമ്മളുടെ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ജോലി സ്ഥലത്തേക്കും അയൽപ്പക്കങ്ങളിലേക്കും ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചമായി മാറട്ടെ. കർത്താവായ യേശു നമ്മെ കാക്കുന്നു, നമ്മെ അനുദിനം നയിക്കുന്നു. വീണ്ടും അവിടുന്ന് വരുമെന്ന പ്രത്യാശയോടെ സത്യസന്ധമായ ജീവിതം, കർത്തൃസാക്ഷ്യമായ ജീവിതം നമുക്ക് നയിക്കാം. ആമേൻ.